കത്തിയമർന്ന ഇറാനിലെ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ എണ്ണം 2000 കടന്നുവെന്ന ഇറാന്റെ ഔദ്യോഗിക സർക്കാർ. ഇറാനിൽ കഴിഞ്ഞ 15-16 ദിവസമായി നടക്കുന്ന സർക്കാരും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള തർക്കത്തിൽ സംഘർഷത്തിൽ മരണം 2000-ലധികം കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം വെളിപ്പെടുത്തുന്നത്. ഇറാനിലെ സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും. കുട്ടികളും സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് ഇറാനിലെ ഭരണകൂടം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. അതേസമയം കൊല്ലപ്പെട്ടവരിൽ അധികവും ഭീകരവാദികളാണെന്നും ഭീകരവാദികൾ നടപ്പാക്കിയ ഒരു അജണ്ടയുടെ ഭാഗമാണിതെന്നും ആയത്തുള്ള അലി ഖമേനി പറയുന്നു. എന്തായാലും മത ഭരണകൂടത്തിന്റെ കീഴിൽ സർക്കാരിന്റെ ഒത്താശയിൽ നടത്തിയ ക്രൂരമായ കൂട്ടക്കുരുതിയാണ് ഇറാനിലുടനീളം അരങ്ങേറുന്നത്. ഇറാനിലെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിച്ച ജനങ്ങളെ തെരുവുകളിൽ വധിക്കുകയാണ് ആയത്തുള്ള അലി ഖമീനിയുടെയും മസൂദ് പെഷസ്കിയാന്റെയും ഭരണകൂടം ചെയ്തിരിക്കുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന ഇറാന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെയും സാധാരണക്കാരെയും പിഞ്ചുകുട്ടികളെയും അടക്കം കൂട്ടക്കുരുതി ചെയ്യാനാണ് ഇറാനിലെ ഭരണകൂടം ശ്രമിച്ചത് എന്നുള്ളത് ഇപ്പോൾ ഇതിലൂടെ പുറത്തു വരികയാണ്. വിലപ്പെരുപ്പം കൊണ്ട്, പട്ടിണി കൊണ്ട്, അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയാണ് ജനങ്ങൾ പ്രക്ഷോഭത്തിലേക്ക് തിരിച്ചത്. കഴിഞ്ഞ മാസം 28-ാം തീയതി ആരംഭിച്ച ഇറാനിലെ ചെറിയ ജനകീയ പ്രക്ഷോഭം, ആ ജനകീയ പ്രക്ഷോഭത്തിന്റെ തുടക്കത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട്, കടകമ്പോളങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധത്തിന്റെ ആദ്യ സൂചനകൾ നൽകി. പിന്നാലെ സർവകലാശാല വിദ്യാർത്ഥികൾ ഈ പ്രതിഷേധത്തിന് പിന്തുണ നൽകി. അതിന് പിന്നാലെയാണ് ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധം രാജ്യത്ത് അലയടിച്ചത്. അപ്പോഴും പ്രതിഷേധക്കാരോട് ചർച്ച ചെയ്യാനോ പ്രതിഷേധം ഏതെങ്കിലും തരത്തിൽ നിർത്തിവെക്കാനോ ഉള്ള ചർച്ചകൾക്ക് ഭരണകൂടം തയ്യാറായില്ല. ഈ പ്രതിഷേധത്തിന് പിന്നിൽ മൊസാദും ഇസ്രായേലിന്റെ ചാരന്മാരുമാണെന്ന ആരോപണമാണ് ആയത്തുള്ള അലി ഖമീനി അടക്കം തുടക്കം മുതൽ ഉന്നയിച്ചത്. പിന്നാലെ പ്രക്ഷോഭത്തിന് നേരെ വലിയ സമരം നടത്താനും പ്രക്ഷോഭകരെ അടിച്ചമർത്താനും നിർദ്ദേശം ആയത്തുള്ള അലി ഖമീനി ഭരണകൂടത്തിന് നൽകി. പിന്നാലെയാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സൈന്യം ഈ പ്രക്ഷോഭക്കാർക്ക് നേരെ തോക്കെടുത്തതും തെരുവുകളിൽ ഇവരെ നേരിടാൻ തീരുമാനിച്ചതും. ഇത് കാര്യങ്ങൾ കൈവിടുന്ന അവസ്ഥയിലേക്ക് എത്തി. കൂടുതൽ അക്രമാസക്തമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നൽകി. ഇപ്പോൾ ഇതാ തെരുവുകളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 2000 കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് ഇറാൻ തന്നെ ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. നിരവധി സാധാരണക്കാരെ, സ്ത്രീകളെ, ഇറാൻ പൗരന്മാരെ തെരുവുകളിൽ വധിക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ് കോപ്സ് തീരുമാനിച്ചു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇതിന് പിന്നാലെ തന്നെ അമേരിക്കയുടെ അതിശക്തമായ മുന്നറിയിപ്പ് ഇറാൻ ഭരണകൂടത്തിനെതിരെ ഉണ്ടായി. ഇനിയും തെരുവുകളിൽ സാധാരണക്കാർക്ക് നേരെ ആയുധങ്ങൾ ഉപയോഗിച്ചാൽ, സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്താൽ ആയത്തുള്ള അലി ഖമേനിയുടെ തല ചിതറിക്കുമെന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ഈ മുന്നറിയിപ്പിനെയും അവഗണിച്ചുകൊണ്ട് ഇറാനിലെ ഭരണകൂടം അവരുടെ മതഭരണം ഈ നാട്ടിൽ നടപ്പാക്കുക തന്നെയായിരുന്നു. ഇപ്പോൾ ഇതാ 2000 കടന്നിരിക്കുന്നു ഇറാനിലെ കൊല്ലപ്പെട്ടവരുടെ കണക്ക് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ്. കേവലം 15-16 ദിവസത്തിനുള്ളിൽ ഒരു ഭരണകൂടം നടത്തിയ കിരാതമായ നരനായാട്ടിനാണ് ഇറാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. എന്തിനാണ് ഇറാനിൽ ഇത്രയും ജനങ്ങൾ കൊല്ലപ്പെട്ടത്? അതിന്റെ കാരണം ആർക്കും അറിയില്ല. ഭരണകൂടം എണ്ണ വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് ഭീകരവാദം നടത്താൻ തീരുമാനിച്ചപ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് പട്ടിണി മാത്രമായിരുന്നു ഫലം. ആ പട്ടിണിയും അമേരിക്കൻ ഡോളറിനോടുള്ള വിനിമയ വിഷയത്തിലുണ്ടായ ഇടിവും ഇറാൻ റിയാലിനെ കൂപ്പുകുതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ വിലക്കയറ്റമുണ്ടായി, പണപ്പെരുപ്പമുണ്ടായി. ആ പണപ്പെരുപ്പത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധനങ്ങളുടെ വില വ്യാപാരികൾ ഉയർത്തി. ഇതോടുകൂടി ഇറാനിലെ ജനജീവിതം സ്തംഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ ജനജീവിതത്തെ പിടിച്ചു നിർത്താനോ അവർക്ക് ഗുണകരമായ എന്തെങ്കിലും ചെയ്യാനോ ഇറാൻ ഭരണാധികാരികൾ തയ്യാറായില്ല. അവർ ചെയ്തത് ആയത്തുള്ള അലി ഖമേനിയുടെ വാക്ക് വിശ്വസിച്ചുകൊണ്ട് ആ പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർക്കാനും ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുമായിരുന്നു ആയത്തുള്ള അലി ഖമേനിയും മസൂദ് പെഷസ്കിയാനും ഒക്കെ തീരുമാനിച്ചത്. ഇറാൻ ഇത്രയും വലിയൊരു ദുരിതത്തിലായിട്ട് ഒരൊറ്റ ഇസ്ലാമിക രാജ്യം, ഒരൊറ്റ അറബ് രാജ്യവും ഇറാന്റെ സഹായത്തിനെത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ഭീകരവാദത്തെ വളർത്തുമ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു അവസ്ഥ ഉണ്ടായാൽ നിങ്ങളെ പിന്തുണയ്ക്കാൻ ആരും തന്നെ ലോകത്തുണ്ടാകില്ല എന്നുള്ള വലിയ തിരിച്ചറിവാണ് ഇറാൻ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ഇറാൻ ഇതാ
തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ഓരോ ദിവസവും ഇറാൻ പടുകുഴിയിൽ നിന്ന് പടുകുഴിയിലേക്ക് വീഴുകയാണ്. എന്നിട്ടും ഇറാൻ അവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തു വരുന്നു. ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ഇറാന്റെ ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരത്തിന് നേരെ അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകും. അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കയുടെ എയർബേസിൽ നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ സൈന്യം ഇറാന്റെ അതിർത്തി കടന്ന അപ്പുറത്ത് എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി എല്ലാത്തിനും സജ്ജമായി കാത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇസ്രായേലിന്റെ ചാരസേനയായ മൊസാദിന്റെ ചാരന്മാർ ഇതിനകം തന്നെ ടെഹ്റാനിൽ കടന്നുകൂടി കഴിഞ്ഞിരിക്കുന്നു. ടെഹ്റാനിലെ ആയത്തുള്ള അലി ഖമേനിയുടെ കൊട്ടാരത്തിന് ചുറ്റും അവർ എല്ലാ തരത്തിലുമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകാം. വെനിസ്വേലയ്ക്ക് സംഭവിച്ചത് ഇറാനും സംഭവിക്കും. വെനിസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരയെ ബന്ദിയാക്കിയതുപോലെ തന്നെ അമേരിക്ക ഇറാന്റെ പരമോന്നത നേതാവ് സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനിയെ ബന്ദിയാക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും ഈ ആക്രമണത്തിന് മുൻപ് തന്നെ ഇറാനെ പിടികൂടാൻ, ഇറാനിലെ സംഘർഷം ഒഴിവാക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇപ്പോൾ അമേരിക്ക പരിശ്രമിക്കുകയാണ്. അമേരിക്കയുടെ വമ്പൻ മുന്നറിയിപ്പ് ആയത്തുള്ള അലി ഖമേനിക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയും ഇറാനിലെ സംഘർഷങ്ങൾ ഒഴിവാക്കുക, ഇറാനിലെ കലാപം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് അമേരിക്ക ഇറാന് നൽകിയിരിക്കുന്ന ഏറ്റവും നിർണായകമായ ഒരു മുന്നറിയിപ്പ്.